ചവിട്ടി പുറത്തു കളഞ്ഞവളെ നിനക്ക് എന്തിനു വേണോടാ? ഒരു നിമിഷം പോലും നീ ഇനി അവളെ കുറിച്ച് ഓർത്തു പോരുത്. പറഞ്ഞേക്കാം. വാടിയോട്ടെ. എന്താടാ ഇത്? കണ്ടില്ലേ ഫോട്ടോ? ഫോട്ടോ ആണെന്ന് എനിക്ക് മനസ്സിലായി, ആരുടെ ആണെന്നും എനിക്ക് മനസ്സിലായി. ഇതൊക്കെ എന്തിനാ നീ എടുത്ത് നോക്കുന്നേ? ചത്ത കൊച്ചിന്റെ ജാതകം എടുത്ത് വായിക്കരുത്. ഇതൊക്കെ കഴിഞ്ഞു പോയി. ഈ അയവറക്കലൊക്കെ അങ്ങ് നിർത്തിയാ മതി. ഒരു ഫോട്ടോ നോക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ എനിക്കില്ലേ? ഫോട്ടോ നോക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഈ വക ഫോട്ടോയൊന്നും നോക്കണ്ട. അതിവിടെ ഈ ഷെൽഫിനകത്തിരുന്നു. എന്താന്നറിയാൻ വേണ്ടി ഞാനൊന്ന് എടുത്ത് നോക്കിയതാ. ആയിക്കോട്ടെ, എടുത്തു നോക്കി. കണ്ടപ്പോ നമുക്ക് കാണാൻ പറ്റുന്ന ഫോട്ടോ അല്ലെന്ന് കണ്ട അത് ചവറ്റുകൊട്ടയിലേക്ക് എറിയല്ലേ വേണ്ടത്. നീ പലതും ഓർത്തോ, പക്ഷേ ഇത്തരം ഓർമ്മകളൊന്നും വേണ്ട. ചേച്ചി, എന്താ ഇവിടെ? എന്താ ബഹളം? ചേച്ചി അനിയനോട് വഴക്കാണോ? ഞാൻ ഇവന്റെ ആരാ? ഹാ, നീ ഇത് പതിവായിട്ട് ചോദിക്കുന്ന ചോദ്യമല്ലേ, നീ അവന്റെ ആരാന്ന്? ഇനിയിപ്പൊ ഞാൻ പറഞ്ഞു തരണോ? ഇത് ഇവന്റെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചെടുത്തതാ. ഇതൊക്കെ കണ്ടാ ശകാരിക്കണോ വേണ്ടയോ? ഞാനൊരു 10 വയസ്സുകാരൻ ആൺകുട്ടിയൊന്നുമല്ല ഫോട്ടോ പിടിച്ചെടുത്ത് വഴക്ക് പറയാൻ. എന്നാൽ ഇത് 10 വയസ്സുകാരന്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോയൊക്കെ അപകടം പിടിച്ചതാ, മനസ്സിലായോടാ? അമ്മേ, നിന്റെ ജീവിതത്തിൽ നടന്ന ഇത്തരം കാര്യങ്ങളെല്ലാം വെറും ദുസ്വപ്നമാണെന്ന് കരുതിയാ മതി. ഇത്രയും അനുഭവം കിട്ടിയിട്ടും നിനക്ക് അങ്ങോട്ടൊരു ചാഞ്ചാട്ടമുണ്ടെന്ന് എനിക്കറിയാം. എടാ, ആ ചാഞ്ചാട്ടം ഒന്നും വേണ്ട. നീ ഒരു പാവാ, അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ അനുവദിക്കില്ല. എത്ര കിട്ടിയാലും ഇവൻ പഠിക്കില്ല. എന്തൊക്കെ ദുരനുഭവങ്ങളാടാ ഉണ്ടായത്. എന്തെല്ലാം തരത്തില് നാണം കിട്ടും. നിനക്കൊരു അഭിമാന ബോധം ഇല്ലേടാ ചെക്ക? എനിക്കെന്റെ ഋതുവിന് അങ്ങനെ മറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവൂ. പണ്ടൊന്നും ഞാൻ നിന്നെ ഇങ്ങനെ ശാസിച്ചിട്ടില്ല, അതിന്റെ ആവശ്യം ഉണ്ടായിട്ടുമില്ല. പക്ഷേ ഇനി നീ അമ്മയുടെ വാക്ക് കേട്ടേ പറ്റൂ. അമ്മയുടെ സ്റ്റാൻഡായിരുന്നു കറക്റ്റ് എന്ന് എനിക്ക് ഇപ്പൊ തോന്നുവാ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് അമ്മ ഈ കല്യാണത്തിന് എതിര് നിന്നതാ. അന്നും അമ്മയുടെ കൂടെ ഞാൻ നിന്നതാ. അതായിരുന്നു ശരിയെന്ന് ഇപ്പൊ മനസ്സിലായി. നിന്നെ ചവിട്ടി പുറത്തു കളഞ്ഞവളെ നിനക്ക് എന്തിനു വേണോടാ? ഒരു നിമിഷം പോലും നീ ഇനി അവളെ കുറിച്ച് ഓർത്തു പോരുത്. പറഞ്ഞേക്കാം. വാടിയോട്ടെ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ. അല്ല, നിങ്ങൾ വയ്ക്കോ, ഞങ്ങളെടുത്ത് കഴിച്ചോളാം. ശരി. നമുക്കേ പല പ്രൈവസികളും ഉണ്ട്. സാധാരണ ഫുഡ് കഴിക്കുമ്പോഴാ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാറുള്ളത്. അതെന്തിനാ ഇവളുമാരെ കേൾപ്പിക്കുന്നേ? നീ പറഞ്ഞ ശരിയാ. അവനെന്തേടി കറങ്ങിയെടുക്കുമായിരിക്കും. ഉത്തരവാദിത്തം ഇല്ലാത്തവൻ. ജയേട്ടൻ ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. എന്താ ഉത്തരവാദിത്തം? എന്റെ മോളെ പഠിപ്പിക്കുന്നില്ലേ? കൊച്ചിനെ പഠിപ്പിക്കുന്ന അവനാണോ? അത് ടീച്ചേഴ്സ് അല്ലേ? അവള് ഹോസ്റ്റലിൽ നിന്നല്ലേ പഠിക്കണേ? ഫീസ് കൊടുക്കുന്ന എന്റെ മോനും. അച്ഛനെന്താ കഴിക്കാത്ത? അവൻ കൂടി വരട്ടെ. വിശന്നപ്പോ ഞാൻ അവന്റെ കാര്യം അങ്ങ് മറന്നു. കൃത്യം 7:30 മുൻപ് ഫുഡ് കഴിക്കണം. അതിവിടെ എല്ലാവരും പതിവാക്കണം. നീ വന്നോ?
ഞാൻ വിളമ്പി തരാടാ. ഏയ് വേണ്ടമ്മേ, ഞാൻ എടുത്ത് വെച്ചോളാം. എനിക്കിപ്പോ ഡയറ്റാ. ആ, അച്ഛൻ കഴിക്കുന്നില്ലേ? ആ കഴിക്കണം, നീ വരാൻ വേണ്ടി ഇരിക്കായിരുന്നു. ആ മോനെ, നല്ല ചിക്കൻ കറിയും ഫ്രൈയും ഒക്കെ ഉണ്ട്, ഞാൻ വിളമ്പി തരാം. വേണ്ടമ്മേ, രാത്രി എനിക്ക് ലഘുഭക്ഷണം മതി. ഈ വലിയ വീട്ടിലെ താമസം എനിക്കെന്തോ ഒരു ഞെരുക്കം പോലെയാ. അതെന്താ വേണോട്ട് അങ്ങനെ പറഞ്ഞേ? നമ്മുടെ ആ ചെറിയ വീട്ടിലെ ജീവിതത്തിന് എന്തൊരു വല്ലാത്ത സുഖം ഉണ്ടായിരുന്നു. സ്വസ്ഥമായിട്ട് ഉറങ്ങാനും കഴിയുമായിരുന്നു. ഇവിടെ എന്താ ഉറങ്ങാൻ പറ്റാത്തെ? എന്താണെന്നറിയില്ലടി, ഇവിടെ എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യവും. പക്ഷേ ഇവിടെ എന്തൊക്കെയോ വിഷമമുള്ളതുപോലെ. അകാരണമായ ഒരു നൊമ്പര എൻ്റെ ഉള്ളില്. എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു പിടികിട്ടണില്ല. എടാ, നീ മതിയാക്കിയോ? മതിയമ്മേ, ഞാൻ പറഞ്ഞില്ലേ ഡയറ്റാ. ദേ, വേണുവേട്ടനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. വെറുതെ അതും ഇതും പറഞ്ഞ് ചെക്കനെ വിഷമിപ്പിക്കരുത്. അച്ഛന്റെയും മകന്റെയും മനസ്സ് ഏത് വഴിക്കാ പറക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി അതൊന്നും ഇവിടെ നടക്കില്ല. പണ്ട് ഞാനൊരു വിട്ടുവീഴ്ച കാണിച്ചതാ ഈ അനുഭവിച്ച് തീർത്തുമൊക്കെ. ഇനി ബലി കൊടുക്കാനേ എനിക്കിനി ഒരു മകനില്ല, പറഞ്ഞേക്കാം.